ഹലോ ഗുഡ് ടാഗ്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് പ്രറ്റേറ്റമാണ്. അപ്പോൾ പ്രറ്റേറ്റം എന്ന് പറയുന്നത് നമ്മൾ പാസ്റ്റ് കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ടെൻസാണ് പ്രറ്റേറ്റം. നമ്മൾ ഓൾറെഡി A1-ൽ പെർഫെക്റ്റ് പഠിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പ്രറ്റേറ്റാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രറ്റേറ്റം താഴെ ഫെർഗാങ്കൻ ഹൈറ്റ് എന്ന് എഴുതിയേക്കുന്ന ഫെർഗാങ്കൻ ഹൈറ്റിൻ്റെ മീനിങ് പാസ്റ്റ് ടെൻസ് എന്നാണ്. പാസ്റ്റ് ടെൻസ് അതിനകത്ത് പെർഫെക്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി പ്രറ്റേറ്റം ഉണ്ട്, പിന്നെ പ്ലുസ്കാംപെർഫെക്റ്റ് നമ്മുടെ B1 ടോപ്പിക്കാണ്. അപ്പോൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ പ്രേസൻസ് എന്ന് പറഞ്ഞാൽ ഗോ എന്നുള്ളതാണ് പ്രേസൻസ്. പ്രറ്റേറ്റം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പ്രറ്റേറ്റം എന്ന് പറഞ്ഞാൽ വെൻറ്റ്. ഗോ, വെൻറ്റ്. പെർഫെക്റ്റ് എന്ന് പറയുന്നതാണ് ഹാവ് ഗോൺ. ഓക്കെ, അത് നമ്മൾ ഗോയിങ് എന്നുള്ള V4 ഫോമാണ്. ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ ING ഫോം. ജർമ്മനിൽ നമുക്ക് ING ഇല്ല. നമ്മൾ എന്ത് ചെയ്യും, പ്രേസൻസ് തന്നെയായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ജർമ്മനിലേക്ക് വരുമ്പോഴത്തേക്കും ഗോ എന്നുള്ളതിന് ജർമ്മൻ പ്രേസൻസിൽ വരുമ്പോൾ ഗേൻ, പ്രറ്റേറ്റം വരുമ്പോൾ ഗിങ്, പെർഫെക്റ്റ് വരുമ്പോൾ ഈസ്റ്റ് ഗെഗാങ്ങൻ. ഓക്കെ ഓക്കെ അപ്പോൾ ഗെഗാങ്ങൻ്റെ കൂട്ടത്തിൽ ഈസ്റ്റ് വരാൻ കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് പ്ലേസ്, അതും അല്ലെങ്കിൽ ആ സ്പെഷ്യൽ വെർബുകൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഹെൽപ്പിംഗ് വെർബായിട്ട് സൈൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രേസൻസിൽ എഴുതുവാണെങ്കിൽ ഐ എം ഗോയിങ് ടു ദി തിയേറ്റർ എന്നുള്ള ഗേ ഇൻസ് തിയേറ്റർ. പെർഫെക്റ്റിലാണെങ്കിലോ ഞാൻ പോയിരുന്നു, അല്ലേ? ഞാൻ പ്രേസൻസ് തന്നെ ഞാൻ പോകുന്നു, ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പോയിരുന്നു. അപ്പോൾ ഇഷ് ബിൻ ഇൻസ് തിയേറ്റർ ഗെഗാങ്ങൻ. പ്രറ്റേറ്റം ആണെങ്കിൽ ഐ വെൻറ്റ് ടു ദ തിയേറ്റർ. ഇഷ് ഗിങ് ഇൻസ് തിയേറ്റർ. നമുക്ക് പ്രറ്റേറ്റത്തിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ വെർബുകളുടെയൊക്കെ കോഞ്ചുഗേഷൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ വെർബുകളുടെ കോഞ്ചുഗേഷൻസ് പഠിക്കുക മാത്രം ചെയ്താൽ മതി. പ്രറ്റേറ്റത്തിൻ്റെ ബാക്കി സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രേസൻസിലെ സെൻറ്റൻസ് സ്ട്രക്ചർ പോലെ തന്നെയാണ്. സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ വെർബ് എഴുതുമ്പോൾ പ്രറ്റേറ്റം ഫോമിൽ വെർബ് എഴുതണം എന്നുള്ളൊരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, സെൻറ്റൻസ് സ്ട്രക്ചർ സെയിം ആസ് പ്രേസൻസ്. അപ്പോൾ പ്രറ്റേറ്റത്തിലെ സൈൻ എന്നുള്ളതിൻ്റെ കോഞ്ചുഗേഷൻ പഠിക്കാം. പ്രറ്റേറ്റം ഓൾറെഡി നമ്മളൊരു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം ഈസ് എന്നുള്ള എന്താവും, വാസ് എന്നുള്ളതാവും, അല്ലേ? അപ്പോൾ ഐഷ് വാർ, ഡു വാർസ്റ്റ്, എർസിയസ് വാർ, വിയർ വാരൻ, ഇയർ വാർട്ട്, സി വാരൻ. അതുപോലെ തന്നെ ഹാബൻ്റെ കോഞ്ചുഗേഷൻ ആണ് ഇഷ് ഹാറ്റെ, ഡു ഹാറ്റസ്റ്റ്, എർസിയസ് ഹാറ്റെ, വിയർ ഹാറ്റൻ, ഇയർ ഹാറ്ററ്റ്, സി ഹാറ്റൻ. ഓക്കെ, അടുത്ത ഹാറ്റൻ എന്ന് പറയുമ്പോൾ ഹാഡ് എന്നുള്ളൊരു മീനിങ് ആയിരിക്കും അവിടെ വരിക. അടുത്ത് വെർഡൻ എന്നുള്ളത് വ്യുർഡൻ എന്നാവും. അതായത് ഇഷ് വുർഡെ, ഡു വുർഡസ്, എർസിയസ് വുർഡെ, വിയർ വുർഡൻ, ഇയർ വുർഡറ്റ്, സി വുർഡൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ഐ ഹാഡ് നോ ഫ്രണ്ട്സ് എന്ന് പറയുകയാണെങ്കിൽ ഇഷ് പറയണം. പിന്നെ ഇഷിൻ്റെ കൂടെ വെർബ് കോഞ്ചുഗേഷൻ പ്രറ്റേറ്റത്തിൽ ഹാറ്റെ എന്ന് വരും. ഹാറ്റെ. ഹാബൻ്റെ കോഞ്ചുഗേഷൻ ഹാറ്റ. അപ്പോൾ ഇഷ് ഹാറ്റെ കൈനെ ഫ്രോയിൻ്റെ. ഹാറ്റെ കൈനെ ഫ്രോയിൻ്റെ. അടുത്ത ഹി ഹാഡ് എ ഡോഗ്. അവനൊരു പട്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഹാറ്റെ einen Hund. ഹാറ്റെ einen Hund. വി വേർ ഇൻ ബെർലിൻ. ഞങ്ങൾ ബെർലിനിലായിരുന്നു. Wir waren in Berlin. He was sad. War traurig. He was sad. War traurig. My mother was a teacher. Meine Mutter war Lehrerin. Meine Mutter war Lehrerin. അതുപോലെ ഡു യു ഹാവ് എ പെറ്റ് എന്നുള്ള അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡു യു ഹാവ് എ പെറ്റ് എന്നുള്ളത് ഹാസ്റ്റ് ഡു einen Hund എന്ന് ചോദിക്കും. നിനക്ക് പട്ടി ഉണ്ടോ? നമ്മൾ പ്രേസൻസിൽ. അപ്പോൾ ഡിഡ് യു ഹാഡ് എ പെറ്റ്, നിനക്കൊരു പട്ടി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണെങ്കിൽ ഹാറ്റസ്റ്റ് ഡു ein Haustier. പെറ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ഹുണ്ട് അല്ല മുകളിലും ഹൗസ്റ്റിയർ എന്ന് വേണം എഴുതാൻ. അല്ലെങ്കിൽ ഹുണ്ട് എന്ന് എഴുതണമെങ്കിൽ മുകളിലത്തെ അത് ഡോഗ് എന്നാക്കണം. ഓക്കെ, ഡോഗ്. അപ്പോൾ അത് ഹുണ്ട്. പെറ്റ് എന്ന് പറയുമ്പോൾ ഹൗസ്റ്റിയർ. അടുത്ത ഇസ ആൻഡ് മാക്സ് ഹാഡ് എ ഡേറ്റ് യെസ്റ്റർഡേ. ഇസ und മാക്സ് hatten gestern ein Date. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് gestern ടെമ്പറൽ ടൈം പറയാൻ വേണ്ടി വിശേഷിപ്പിക്കുന്ന വേർഡ്സ് എല്ലാം നമുക്ക് വെർബിന് ശേഷം ഇടാം. ഓക്കെ, ഒൺലി ഇഫ് എന്താണ് ഒബ്ജക്റ്റ് ഒരു പേഴ്സണൽ പ്രൊനോമൻ വരുന്നുണ്ടെങ്കിൽ അതിന് ശേഷമായിരിക്കും ടെമ്പറൽ ഇടുന്നത്. അങ്ങനെ ഒരു പേഴ്സണൽ പ്രൊനോമൻ വരുന്നില്ല എങ്കിൽ നമുക്ക് വെർബിന് ശേഷം ഗെസ്റ്റാണ് ഇടാം. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ലൈക്ക് ഇപ്പം എന്താണ്, ഐ സോ ഹിം
യെസ്റ്റർഡേ, ഐ സോ ഹിം യെസ്റ്റർഡേ ചെറിയൊരു എക്സാമ്പിളാണ്. അപ്പം ഇഷ് സേയെ നമ്മൾ പറഞ്ഞു വെച്ചാണെങ്കിൽ വെർബ് കഴിഞ്ഞിട്ട് ഗെസ്റ്റേൺ എഴുതുന്നത്, ഗെസ്റ്റേൺ എഴുതി കഴിഞ്ഞിട്ടാണ് ഹിം എന്നുള്ള എഴുതുന്നത്. പക്ഷേ ഹിം എന്നുള്ളത് ഒരു പേഴ്സണൽ പ്രൊനോമൻ ആയതുകൊണ്ട് അത് എഴുതിയതിന് ശേഷമായിരിക്കും നമ്മൾ ടെമ്പറൽ എഴുതുക. അപ്പോൾ സേ ഈൻ ഗെസ്റ്റേൺ എന്ന് വേണം എഴുതാൻ. ഓക്കെ, ജസ്റ്റ് ഇത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ഷീ ഹാഡ് ആൻ ആക്സിഡൻറ്റ്. അവൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ള മീനിങ്. അപ്പോൾ എന്താ, സി ഹാറ്റെ ഐനൻ ഉൻഫാൽ. വി ഹാഡ് എ പ്രോജക്റ്റ്. അപ്പോൾ എന്താ, വി ഹാറ്റൻ ഐൻ പ്രോജക്റ്റ്. അടുത്താണ് നമ്മൾ പ്രത്യേകത്തിൽ മൊഡാൽ വെർബ്സ് എങ്ങനെയാണ് വരുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ മൊഡാൽ വെർബ്സിൻ്റെ കോഞ്ചുഗേഷൻ നോക്കാം. അപ്പോൾ ക്വൊന്നൻ എന്നുള്ളത് കൊൻറ്റെ എന്നാവും. നമ്മൾ ഈ പ്രത്യേകത്തിൻ്റെയൊക്കെ വെർബുകളെ പറയുമ്പോൾ നമ്മളത് ഇഷിൻ്റെ ഫോമിലായിരിക്കും പറയുന്നത്. നമ്മൾ മറ്റേതൊക്കെ ഏതാ പ്രേസൻസിലെ വെർബുകളൊക്കെ സി ഫോമിൽ അല്ലെങ്കിൽ വിയർ ഫോമിൽ പറയുമ്പം പ്രത്യേകത്തിൻ്റെ ഇഷിൻ്റെ ഫോമിലായിരിക്കും പറയുക. അതുകൊണ്ടാണ് കൊൻറ്റെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊൻറ്റെ അത് കുഡ് അല്ലെങ്കിൽ വാസ് ഏബിൾ ടു, കഴിഞ്ഞു പോയ കാര്യം. ഐ കുഡ് ഹാവ് ഡൺ എന്നൊക്കെ പറഞ്ഞ് പറയില്ല, അതാണ്. അല്ലെങ്കിൽ ഐ വാസ് ഏബിൾ ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇഷ് കൊൻറ്റെ, ഡു കൊൻറ്റസ്, എർസിയസ് കൊൻറ്റെ, വിയർ കൊൻറ്റൻ, ഇയർ കൊൻറ്റൻ, സി കൊൻറ്റൻ. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, നമ്മൾ പ്രത്യേകത്തിൽ കോഞ്ചുഗേഷൻ വരുമ്പോൾ ഇഷിനും എർസിയസിനും സെയിം കോഞ്ചുഗേഷൻ ആയിരിക്കും വരിക. അതുപോലെ വിയറിനും സിക്കും സെയിം കോഞ്ചുഗേഷൻ ആയിരിക്കും വരുന്നത് പ്രത്യേകത്തിൽ. ഓക്കെ, അടുത്താണ് ഡുർഫ്റ്റൻ. ഡുർഫൻ എന്നുള്ളത് ഡുർഫ്റ്റെ എന്നാവും. അപ്പോൾ മൈറ്റ് അല്ലെങ്കിൽ മൈറ്റ് ഹാഫ് എന്നൊക്കെ ഉള്ളതാണ്. അതുപോലെ പ്രത്യേകത്തിന് ശ്രദ്ധിച്ചല്ലോ അല്ലേ, നമുക്ക് ഉംലൗട്ട്സ് ഇല്ല. ഓക്കെ, ഇതിനൊന്നും ഉംലൗട്ട്സ് വരുന്നില്ല. ഉംലൗട്ട്സ് വന്നാൽ അതൊരു കുഞ്ഞുറ്റി സ്വൈ എന്ന് പറഞ്ഞ ഫോം ആവും. നമുക്കപ്പോൾ ഉംലൗട്ട്സ് ഇല്ലാണ്ട് വേണം എഴുതാൻ. അപ്പോൾ ഡുർഫ്റ്റെ, ഡു ഡുർഫ്റ്റസ്റ്റ്, എർസിയസ് ഡുർഫ്റ്റെ, വിയർ ഡുഫ്റ്റൻ, ഇയർ ഡുഫ്റ്റഡ്, സി ഡുഫ്റ്റൻ. അടുത്താണ് മ്യൂസൻ. മ്യൂസൻ എന്നുള്ളത് എന്താണ്, വുഡ് ഹാവ് ടു എന്നൊക്കെയുള്ള അല്ലെങ്കിൽ മസ്റ്റ് എന്നുള്ള മീനിങ്. ഇഷ് മുസ്റ്റെ, ഡു മുസ്റ്റസ്റ്റ്, എർസിയസ് മുസ്റ്റെ, വിയർ മുസ്റ്റൻ, ഇയർ മുസ്റ്റഡ്, സി മുസ്റ്റൻ. അതായത് യു ഹാഡ് ടു ഡു എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഹാഡ് ടു ചെയ്യണമായിരുന്നു എന്നൊക്കെ ഉള്ളത്, അതിനാണ് മിസ് നമ്മൾ ഉപയോഗിക്കുക. അടുത്ത മോഹ്റ്റെ, അതായത് മ്യോഗൻ്റെ നമ്മൾ ഓൾറെഡി മൊഡാൽ വെർബ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു 6 മൊഡാൽ വെർബേ ഉള്ളൂ. ആ 7ാമത്തെ മൊഡാൽ വെർബ് മ്യോക്ഷ്ടൻ എന്നുള്ളത് എന്താണ്, മ്യോഗൻ്റെ കൊന്യൂറ്റീവ് സ്വൈ ഫോമാണ്. അതുപോലെ മ്യോഗൻ്റെ പ്രറ്റേറ്റീവ് ഫോമാണ് ഇത്. വിത്തൗട്ട് ഉംലൗട്ട് വരുമ്പോൾ അത് പ്രറ്റേറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ ഇത് മോഹ്റ്റെ, ഡു മോഹ്റ്റസ്റ്റ്, എർസിയസ് മോഹ്റ്റെ, വിയർ മോഹ്റ്റൻ, ഇയർ മോഹ്റ്റഡ്, സി മോഹ്റ്റൻ. നമ്മൾ അന്നേരം അത് മൊഡാൽ വെർബിൻ്റെ ടൈമിൽ പഠിക്കാൻ കാര്യം മോക്ഷ്ടൻ നമ്മൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നൊരു വെർബാണ്, ഹെൽപ്പിംഗ് വെർബാണ്, മൊഡാൽ വെർബാണ്. അതുകൊണ്ട് ആണ് നമ്മളത് അവിടെ യൂസ് ചെയ്തത്. ഓക്കെ, അത് ശരിക്കും മൊഡാൽ വെർബ് അല്ല, അതൊരു കൊന്യൂറ്റീവ് സ്വൈ ആണ്. മൊഡാൽ വെർബിൻ്റെ കൊന്യൂറ്റീവ് സ്വൈ ഫോമാണ്. ഓക്കെ, അടുത്തത് സോളൻ. സോളൻ എന്ന് പറഞ്ഞാൽ ഷുഡ് ഹാവ്. ഇഷ് സോൾട്ടെ, ഡു സോൾട്ടസ്റ്റ്, എർസെ സോൾട്ടെ, വിയർ സോൾട്ടൻ, ഇയർ സോൾട്ടഡ്, സി സോൾട്ടൻ. അടുത്ത വോളൻ. വോളൻ എന്നുള്ള വാണ്ടഡ്. അപ്പോൾ ഇഷ് വോൾട്ടെ, ഡു വോൾട്ടസ്റ്റ്, എർസിസ് വോൾട്ടെ, വിയർ വോൾട്ടൻ, ഇയർ വോൾട്ടഡ്, സി വോൾട്ടൻ. ഐ വാസ് ഏബിൾ ടു സ്വിം. ഇഷ് കൊൻറ്റെ ഷ്വിമ്മൻ. ഐ വാസ് ഏബിൾ ടു, എനിക്ക് നീന്താൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ കഴിയുമായിരുന്നു. ഇഷ് കൊൻറ്റെ ഷ്വിമ്മൻ. വെർ യു ഏബിൾ ടു സ്വിം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ വെർബിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ എഴുതിയാൽ മതി. കൊൻറ്റസ് ടു ഷ്വിമ്മൻ. അടുത്ത ഐ വോണ്ടഡ് ടു വിസിറ്റ് മൈ ഗ്രാൻഡ് മദർ ലാസ്റ്റ് വീക്ക്. ഇഷ് വോൾട്ടെ ലെറ്റ്സ് വോക്കെ. കണ്ടോ, ഇവിടെ വോൾട്ടെ കഴിഞ്ഞിട്ടാണ് ലെറ്റ്സ് വോക്കെ ടൈം പറയുന്നത്, ടെമ്പറൽ എപ്പോഴാണെന്നുള്ള പറയുന്നത്. മൈനെ ഗ്രോസ് മുട്ടർ ബെസൂഹൻ. ഇവിടെ മൈനെ ഗ്രോസ് മുട്ടറാണ് ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അവിടെ ഒരു പേഴ്സണൽ പ്രൊനോമൻ ആയിരുന്നു, നിന്നെ അല്ലെങ്കിൽ അവളെ അല്ലെങ്കിൽ അവനെ എന്നൊക്കെ ആയിരുന്നെങ്കിൽ അവിടെ ആ ഒരു ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും ലെറ്റ്സ് വോക്കെ വരുന്നത്. അടുത്ത വൈ ഡിഡ് യു നോട്ട് വാണ്ടഡ് ടു മീറ്റ് യുവർ ഫാദർ. വാറും വോൾട്ടസ് ടു ഇയറും ഫാറ്റ് നിഷ് ട്രാഫിൻ. ഐ ഹാഡ് ടു വാഷ് ദ ഡിഷസ്. മസ്റ്റ് അല്ലെങ്കിൽ ഞാൻ ചെയ്യണം. അപ്പോൾ എന്താ, ഇഷ് മുസ്റ്റ് ദ സ്കെഷ് വാഷൻ. ചെയ്യണമായിരുന്നു, പാസ്റ്റ് ടെൻസ് ആണല്ലോ, പ്രത്യേകിച്ചല്ല, അപ്പം ചെയ്യണമായിരുന്നു. അടുത്ത ഹാവ് യു വർക്ക്ഡ് യെസ്റ്റർഡേ അല്ലെങ്കിൽ ഹാഡ് യു വർക്ക്ഡ് യെസ്റ്റർഡേ. അപ്പോൾ ഇങ്ങനെ വരും ആർബൈറ്റസ്റ്റ് ടു ഗെസ്റ്റ് ആണ്. ഓക്കെ, ആർബൈറ്റസ്റ്റ് നമ്മൾ ആയിട്ടില്ല, നമ്മൾ അതിൻ്റെ കോഞ്ചുഗേഷൻ പഠിക്കുന്നതേ ഉള്ളൂ. അത് ഓക്കെ, അതിന് ശേഷം നമ്മളിപ്പോൾ പഠിക്കും കേട്ടോ. അടുത്ത ഹി വാസ് അലൗഡ് ടു ട്രാവൽ അലോൺ. എർഡുഫ്റ്റെ അലൈനെ റൈസൻ. എർഡുഫ്റ്റെ അലൈനെ റൈസൻ.
അടുത്താണ് were you allowed to eat chocolate? Durftest du Schokolade essen? Durftest du Schokolade essen? I did not like vegetables. Ich mochte kein Gemüse. Which food did you not like? ഏത് ഫുഡായിരുന്നു നിനക്ക് ഇഷ്ടപ്പെടാഞ്ഞത്? അപ്പം എങ്ങനെ വരും? welches essen mochtest du nicht? I was supposed to go shopping. Ich sollte einkaufen gehen. Ich sollte einkaufen gehen. We were supposed to practice daily. Wir sollten täglich trainieren. Were we supposed to practice daily എന്ന് പറയുമ്പോൾ എന്ത് വരും? ജസ്റ്റ് ആ വെർബിനെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ sollten wir täglich trainieren? ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് റെഗുലർ വേർബ്സ് ഇൻ പ്രിറ്റേറ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ വെർബ് പ്രിറ്റേറ്റത്തിലും നമുക്ക് എന്താ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെഗുലർ ഇറഗുലറും ഉണ്ട്. റെഗുലർ വേർബ്സ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്ലേ എന്നുള്ളത് എടുത്തു. പ്ലേ എന്നുള്ളത് സിമ്പിൾ പാസ്റ്റിലേക്ക് വരുമ്പം ഇംഗ്ലീഷിൽ പ്ലേഡ് എന്നാവും അല്ലേ. അതുപോലെ ഇറഗുലർ വേർബ്സ് ആണ്. ഇറഗുലർ വേർബ്സിൻ്റെ എക്സാമ്പിളാണ് ഈറ്റ് എന്നുള്ളത്. ഈറ്റ് എന്നുള്ളത് എന്താവും? ഏറ്റ് ആവും. അതുപോലെ ഗോ എന്നുള്ളത് വെൻ്റ് ആവും. അതായത് അതിൻ്റെ തന്നെ വേർഡിന് ഭയങ്കരമായിട്ട് വ്യത്യാസം വരുന്നുണ്ട്. പ്ലേയുടെ കൂട്ടത്തിൽ ഒരു ഇ ഡി ആഡ് ചെയ്തപ്പോഴത്തേനും അത് റെഗുലർ വേർബാണ്. അതിൽ വലിയ വ്യത്യാസം വരുന്നില്ല, അപ്പോൾ അത് റെഗുലർ ആയിരിക്കും. ഇറഗുലർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെർബ് സ്റ്റാമ്പിൽ ചേഞ്ച് വരുന്നതിനാണ് ഇറഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ആദ്യം റെഗുലർ വേർബ്സ് ഇൻ പ്രിറ്റേറ്റത്തിലെ റെഗുലർ വേർബ്സ്. അപ്പോൾ റെഗുലർ വേർബ്സിൻ്റെ കൂട്ടത്തിൽ ഇംഗ്ലീഷിലെ പോലെ തന്നെ എൻഡിങ്ങിൽ, അതായത് വെർബ് സ്റ്റാമ്പ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ ഒരു എൻഡിങ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇഷിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ടി ഇ, ഡൂവിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ടി ഇ എസ് ടി, എർസിയസിൻ്റെ കൂട്ടത്തിലാണെങ്കിലും ടി ഇ. ഇഷും എർസിയസും സെയിം ആണ്. വിയറും സിസിയുടെ കൂട്ടത്തിൽ ടി ഇ എൻ, വെർബ് സ്റ്റാമ്പ് പ്ലസ് ടി എൻ. ഇയറിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ വെർബ് സ്റ്റാമ്പ് പ്ലസ് ടി ഇ ടി. ഓക്കെ, അതുപോലെ ഇപ്പോൾ വെർബ് സ്റ്റാമ്പ് എൻഡ് ചെയ്യുന്ന ഡിയിലോ ടിയിലോ പിന്നെ ചില കേസിൽ എന്നിലും ഒക്കെ അവസാനിക്കുന്നതാണെങ്കിൽ ആ നമ്മൾ എഴുതിയേക്കുന്ന എൻഡിങ്ങിൻ്റെ മുന്നേ ഒരു ഇയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്നത് വെർബ് സ്റ്റാമ്പ് പ്ലസ് ഇ ടി ഇ അല്ലെങ്കിൽ ഇ ടി ഇ എസ് ടി അങ്ങനെയൊക്കെ വരും. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹൈറാറ്റൻ എന്നുള്ളത് ഹൈറാറ്റ്, വെർബ് സ്റ്റാമ്പ് എന്താണ് അവസാനിക്കുന്നത്? ടീയിലാണ്. ടീയിൽ അവസാനിക്കുന്നതുകൊണ്ട് ആ ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്നതായിരിക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇഷ് ഹൈറാറ്ററ്റെ, ഡു ഹൈറാറ്ററ്റസ്റ്റ്, എർസിയസ് ഹൈറാറ്ററ്റെ, വിയർ ഹൈറാറ്ററ്റൻ, ഇയർ ഹൈറാറ്ററ്ററ്റ്, സി ഹൈറാറ്ററ്റൻ. ഇത് കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പ്രിറ്റേറ്റം എന്നുള്ളത് നമ്മൾ കൂടുതലും റൈറ്റിങ്ങിൽ, അതായത് വലിയ വലിയ ലെക്ചർ നോട്ട്സ് അല്ലെങ്കിൽ വലിയ റിപ്പോർട്ട്സ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നോവൽസിലൊക്കെ ആയിരിക്കും ഈ പ്രിറ്റേറ്റം കാണുന്നത്. നമ്മൾ പ്രിറ്റേറ്റത്തിന് പകരം സ്പീക്കിങ്ങിൽ പെർഫെക്റ്റിലായിരിക്കും സംസാരിക്കുക. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് ആണ് കൂടുതലും സ്പീക്കിങ്ങിൽ വരിക, പ്രിറ്റേറ്റം റൈറ്റിങ്ങിലായിരിക്കും വരുന്നത്. എന്ന് വെച്ചാൽ പെർഫെക്റ്റ് റൈറ്റിങ്ങിൽ എഴുതാൻ പാടില്ല എന്നല്ല. ഓക്കെ, അടുത്ത ഷ്പീലൻ എന്നുള്ളത് എന്താണ്? ജസ്റ്റ് സ്പീൽറ്റെ എന്നായിരിക്കും നമ്മൾ വെർബ് സ്റ്റാമ്പിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം പോലെ പറയുന്നത്. അത് ഇഷ് വരുമ്പോൾ സ്പീൽറ്റെ, വെർബ് സ്റ്റാമ്പ് എന്ത് ചെയ്യുന്നത്? എല്ലിലാണ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ബ്രാക്കറ്റ് അല്ലാത്ത ടി ഇ പിന്നെ ടി എസ് ടി അതങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്പീൽറ്റെ, സ്പീൽറ്റസ്റ്റ്, എർസിയർ സ്പീൽറ്റെ, വിയർ സ്പീൽറ്റൻ, ഇയർ സ്പീൽറ്ററ്റ് എന്ന് വരും. അത് സ്പീൽറ്ററ്റ് കേട്ടോ. സ്പീൽറ്ററ്റ്, സി സ്പീൽറ്റൻ. വാഹനം എടുക്കുമ്പോൾ ഇഷ് മാഹ്റ്റെ, ഡു മാഹ്റ്റസ്റ്റ്, എർസിയസ് മാഹ്റ്റെ, വിയർ മാഹ്റ്റൻ, ഇയർ മാഹ്റ്ററ്റ്, സി മാഹ്റ്റൻ. ലേണൻ എടുക്കുമ്പം ഇഷ് ലേൺറ്റെ, ഡു ലേൺറ്റസ്റ്റ്, എർസിയസ് ലേൺറ്റെ, വിയർ ലേൺറ്റൻ, ഇയർ ലേൺറ്ററ്റ്, സി ലേൺറ്റൻ. അടുത്ത ആർബൈറ്റൻ. ഇഷ് ആർബൈറ്ററ്റെ, ഡു ആർബൈറ്ററ്റസ്റ്റ്, എർസിയസ് ആർബൈറ്ററ്റെ, വിയർ ആർബൈറ്ററ്റൻ, ഇയർ ആർബൈറ്ററ്ററ്റ്, സി ആർബൈറ്ററ്റൻ. അടുത്തതൊക്കെ ഒരു എക്സാമ്പിൾസ് ആണ്. ഇതിൻ്റെയൊക്കെ എഴുതിയെടുക്കുക, ബാക്കി വാട്സപ്പിൽ അയക്കും. ഓക്കെ, വേർബ്സ്. അപ്പോൾ അതുപോലെ നമുക്കിനി ആ പ്രിറ്റേറ്റം ഫോം എങ്ങനെയാണ്
ലിയോയിൽ സെർച്ച് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വെർബ് എടുത്തോ, സിങ്ങൻ എടുക്കാം. അപ്പോൾ സിങ്ങൻ എന്നുള്ളത് നമ്മൾ നോർമൽ പ്രേസൻസിൻ്റെ പോലെ തന്നെ കണ്ടുപിടിക്കാണ്ടോ. വെർബ് ഫോമിൽ നിൽക്കുക. പ്രേസൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, എങ്ങനെ കണ്ടുപിടിക്കാം. പെർഫെക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, താഴെയായിട്ട് അതിൻ്റെ പ്രത്യേകറ്റും കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇഷ് സാങ്, ഡു സാങ്സ്, എർസിയ സാങ്, വിയർ സാങ്ങൻ, ഇയർ സാങ്ഡ്, സി സി സാങ്ങൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ വേർബ്സിൻ്റെ എല്ലാം ചെക്ക് ചെയ്യണം. ഓക്കെ, എഴുതിയതിന് ശേഷം അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇറഗുലർ വേർബ്സിൽ എങ്ങനെയാണ് പ്രത്യേകിച്ച് എഴുതുന്നതെന്ന്. അപ്പോൾ ഇറഗുലർ വേർബ്സ് വരുമ്പോൾ നമ്മൾ ഇഷിനും എർസിയസിനും ഒരു വൗവൽ ചേഞ്ച് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. ആ വൗവൽ ചേഞ്ച് എഴുതി ആ വെർബ് സ്റ്റാമിനെ മാത്രമേ നമ്മൾ എഴുതുള്ളൂ. ഓക്കെ, നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ വേറൊന്നും ആഡ് ചെയ്യില്ല. ഓക്കെ, ഒള്ളി വൗവൽ ചേഞ്ച് മാത്രമേ അവിടെ ഇഷിനും എർസിയസിനും നടക്കുള്ളൂ. ഡൂവിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ വൗവൽ ചേഞ്ചും അതിൻ്റെ കൂട്ടത്തിൽ ഒരു എസ് ടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ആ വേർഡിന്, അതായത് വെർബ് സ്റ്റാമിന് വൗവൽ ചേഞ്ച് വരും, അതും അതിൻ്റെ കൂട്ടത്തിൽ എസ് ടിന്ന്. വിയറിൻ്റെ കേസിലാണെങ്കിൽ വൗവൽ ചേഞ്ചും ഇ എന്നും, സി സിയും സെയിം വൗവൽ ചേഞ്ചും ഇ എന്നും, ഇയർ വരുമ്പോൾ വൗവൽ ചേഞ്ചും ടിയും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയോ. സേൻ, സേൻ എന്നുള്ളത് സ, പ്രത്യയത്തിൻ്റെ സ എന്നേ പറയുള്ളൂ. നമ്മൾ ഇൻഫിനിറ്റീവ് പോലെ പറയുമ്പോൾ സോ എന്നുള്ള സോ, ഐ സോ യു എന്നൊക്കെ പറയില്ല, അതാ. അപ്പോൾ ഐ സോ എന്ന് പറയുകയാണെങ്കിൽ ഇഷ് സ, ഇഷ് സ. ഡു വരുമ്പം സാസ്റ്റ് കണ്ടോ, വവൽ ചേഞ്ച് ഉള്ള വെർബ് സ്റ്റാമും എഴുതി അതിൻ്റെ കൂട്ടത്തിൽ എസ് ടി ആഡ് ചെയ്തു. എർസിയസ് വരുമ്പം വീണ്ടും സ, വിയർ വരുമ്പം സായൻ, ഇയർ വരുമ്പോൾ സാറ്റ്, സി വരുമ്പം സായൻ. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ വവൽ ചേഞ്ച് ഏതാണ് വരുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം വെർബുകളൊക്കെ പഠിക്കണം. നമ്മൾ ഈ സേൻ്റെ ഒക്കെ വെർബുകളുടെ കൊഞ്ചേഷനൊക്കെ പഠിച്ച പോലെയൊക്കെ തന്നെ ഈ കൊഞ്ചേഷൻസ് നമ്മൾ അല്ലാണ്ട് തന്നെ പഠിക്കണം. അടുത്ത ഐ ആം സീയിങ് ഇഷ് സേ, ഐ ഹാവ് സീൻ എന്ന് പറയുകയാണെങ്കിൽ ഇഷ് ഹാബ് ഗെസേൻ പെർഫെക്റ്റ്. ഐ സോ എന്ന് പറയുകയാണെങ്കിൽ ഇഷ് സ. ഓക്കെ, അടുത്ത ഷ്രൈബൻ, ഷ്രൈബൻ എന്നുള്ളത് ഷ്രീബ് എന്നാവും. ഇവിടെ നമ്മൾ ഇ എൻ ഫോമിലാണ് എഴുതിയത്, ശരിക്കും ഷ്രീബ് എന്നേ പറയുള്ളൂ. ഓക്കെ, ഷ്രീബ്, ഇഷ് ഷ്രീബ്, ഡു ഷ്രീബ്സ്, എർസിയ ഷ്രീബ്, വിയർ ഷ്രീബൻ, ഇയർ ഷ്രീബ്ഡ്, സി സി ഷ്രീബൻ. ഷ്രൈബൻ എന്നുള്ളത് എന്താവും, ഇ ഐ എന്നുള്ളത് ഐ ഇ ആവും. ഓക്കെ, വൗവൽ ചേഞ്ച് അങ്ങനെയാണ് ഇവിടെ വരുന്നത്. അടുത്ത ഗെയിൻ, ഗെയിൻ എന്നുള്ളത് ഗിങ് ആവും. ഗിങ് എന്ന് പറഞ്ഞാൽ വെൻറ്റ് എന്നുള്ള. അപ്പോൾ ഇഷ് ഗിങ്, ഡു ഗിങ്സ്, എർസിയസ് ഗിങ്, വിയർ ഗിങ്ങൻ, ഇയർ ഗിങ്ഡ്, സി സി ഗിങ്ങൻ. അടുത്ത ബ്ലൈബൻ, ബ്ലൈബൻ എന്നുള്ളത് ബ്ലീബ് എന്നാവും. ഇഷ് ബ്ലീബ്, ഡു ബ്ലീബ്, എർസിയസ് ബ്ലീബ്, വിയർ ബ്ലീബൻ, ഇയർ ബ്ലീബ്ഡ്, സി സി ബ്ലീബൻ. അടുത്താണ് ഗിവ്, ഗിവ് എന്നുള്ള ഗേവ് ആവും. അതെന്താ, ഇഷ് ഗാബ്, ഡു ഗാബ്സ്, എർസിയസ് ഗാബ്, വിയർ ഗാബൻ, ഇയർ ഗാബ്ഡ്, സി സി ഗാബൻ. അതിനുശേഷമാണ് സിങ്ങൻ, സിങ്ങൻ സാങ് ആവും. സാങ്ങിൻ്റെ കൂട്ടത്തിൽ ഇംഗ്ലീഷിലും സാങ്, ഐ സാങ്, എ സോങ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ സാങ്, ഡു സാങ്സ്, എർസിയസ് സാങ്, വിയർ സാങ്ങൻ, ഇയർ സാങ്ഡ്, സി സി സാങ്ങൻ. ഫിൻറ്റൻ എന്താവും, ഫാൻറ്റൻ. ഇഷ് ഫാൻഡ്, ഡു ഫാൻറ്റസ്റ്റ്, എർസിയസ് വാൻഡ്, വിയർ ഫാൻറ്റൻ, ഇയർ ഫാൻറ്റഡ്, സി സി ഫാൻറ്റൻ. ദെൻ ലേസൻ, ലേസൻ എന്നുള്ളത് ലാസൻ എന്നാവും, അത് ലാസ് എന്നാവും, അത് റീഡ് എന്നുള്ള അർത്ഥം. ഇഷ് ലാസ്, ഡു ലാസസ്റ്റ്, എർസിയസ് ലാസ്, വിയർ ലാസൻ, ഇയർ ലാസറ്റ്, സി സി ലാസൻ. അടുത്താണ് സിറ്റ്സൻ, സിറ്റ്സൻ എന്നുള്ളതിന് ജർമ്മനിൽ സാസൻ എന്ന് പറയും, സാസൻ, സാറ്റ് എന്നുള്ള മീനിങ്. അപ്പോൾ സാസ്, ഡു സാസ്റ്റ്, എർസിയസ് സാസ്റ്റ്, വിയർ സാസൻ, ഇയർ സാസറ്റ്, സി സി സാസൻ. അടുത്താണ് ലൗഫൻ, ലൗഫൻ എന്നുള്ളത് ഇഷ് ലീഫ്, ഡു ലീവ്സ്റ്റ്, എർസിയസ് ലീഫ്, വിയർ ലീഫൻ, ഇയർ ലീഫ്ഡ്, സി സി ലീഫൻ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് മിക്സ്ഡ് വേർബ്സ് ഇൻ പ്രിറ്റേറ്റ്. നമ്മൾ റെഗുലർ വേർബിൻ്റെ ഇറഗുലറിൻ്റെയും കാര്യം പറഞ്ഞു. ഇനി മിക്സ്ഡ് വേർബ്സ്, നമ്മൾ ഓൾറെഡി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇറഗുലർ വേർബ്സിൻ്റെ പ്രിറ്റേറ്റം നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. കാരണം പെർഫെക്റ്റിൽ നമ്മൾ മിക്സ്ഡ് വേർബ്സിൻ്റെ പാർട്ടിസിപ്സായി എടുക്കാൻ വേണ്ടി നമുക്ക് എന്താണ് പ്രിറ്റേറ്റ് ആവശ്യമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മളവിടെ നോക്കിയത്. ഇപ്പോൾ ഡെങ്കൻ ഡാഹ്റ്റനാവും എന്നൊക്കെ നമ്മളവിടെ പറഞ്ഞിരുന്നു അല്ലേ. ഡെങ്കൻ ഡാഹ്റ്റെ ആവും. ഇപ്പോൾ ഡാഹ്റ്റെ എന്ന് പറഞ്ഞാൽ തോട്ട് എന്നുള്ള മീനിങ് ആണ്. ഐ തോട്ട് യു വെയർ ഓക്കെ എന്നൊക്കെ പറയില്ലേ, ഐ തോട്ട് ഷീ ഈസ് കമ്മിങ് എന്നൊക്കെ. ഇഷ് ഡാഹ്റ്റെ,
Du dachtest, RCS dachte, wir dachten, ihr dachtet, CC dachten. ബ്രിങ്ങിന് അതുപോലെ തന്നെ ബ്രാക്റ്റൻ ആണ്. ഇഷ് ബ്രാക്റ്റെ, ഡു ബ്രാക്ടസ്റ്റ്, RCS ബ്രാക്റ്റെ, വിയർ അതുപോലെ CC ബ്രാക്റ്റൻ, ഇയർ വരുമ്പോൾ ബ്രാക്റ്റഡ്. ബ്രെന്നിന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെയാണ് സെയിം. വിസനും ഇഷ് വുസ്റ്റെ, ഡു വുസ്റ്റസ്റ്റ്, RCS വുസ്റ്റെ, വിയർ വുസ്റ്റൻ, ഇയർ വുസ്റ്ററ്റ്, CC വുസ്റ്റൻ. കെന്നനും കാൻറ്റെ, കാൻറ്റസ്റ്റ്, കാൻറ്റെ, കാൻറ്റനാണേ, കണ്ടിട്ടില്ല, ഇത് കാൻറ്ററ്റ്, കാൻറ്ററ്റ്, സിസി കാൻറ്റൻ. റന്നനാണെങ്കിൽ ഇഷ് റാൻറ്റെ, ഡു റാൻറ്റസ്റ്റ്, RCS റാൻറ്റെ, വിയർ റാൻറ്റൻ, ഇയർ റാൻറ്റെ, CC റാൻറ്റൻ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാറ്റേൺസ് ഓഫ് വവൽ ചേഞ്ച് ഇൻ സ്റ്റെംസ്. നമ്മുടെ ഈ വെർബ് സ്റ്റെമ്മിൽ വരുന്ന പാറ്റേൺ ചേഞ്ച് ഒക്കെ ആട്ടോ. അതായത് ഇൻഫിനിറ്റീവിൽ ഇ ആയിരുന്നത് പ്രറ്റേറ്റത്തിൽ എ ആവും, അത് പെർഫെക്റ്റിൽ ഒ ആവും. ഇപ്പം സ്പ്രേഷൻ സ്പ്രാഹ് ആവും, അത് ഗെസ്പ്രോഹൻ ആവും. ട്രെഫൻ ട്രാഫ് ആവും, അത് ഗെറ്റ് ട്രോഫൻ ആവും. അങ്ങനെ ഇ ആയിരുന്നത് എ ആവും, അത് ഒ ആവും. അടുത്ത എ ആയിരുന്നത് യു ആവും, യു ആയിരുന്നത് എ ആവും വീണ്ടും പെർഫെക്റ്റിൽ. വാറൻ, ഫൂർ, ഗെഫാറൻ. അടുത്ത ഇ ഐ എ, ഗേൻ, ഗിങ്, പ്രറ്റേറ്റം. പ്രറ്റേറ്റത്തിൽ എങ്ങനെ വരും? ഗിങ് എന്ന് വരും, ഗിങ്. അപ്പോൾ ഗേൻ, ഗിങ്. പിന്നെ പെർഫെക്റ്റിൽ വരുമ്പോൾ അത് ഗിഗാങ്ങൻ. അടുത്ത ലേസൻ, ലാസ്, ഗലേസൻ. ഫെർഗസൻ, ഫെർഗാസ്, ഫെർഗസൻ. ഗേബൻ, ഗാബ്, ഗിഗേബൻ. അടുത്താണ് ഈ ഐ ആവുന്നത് ഇ ആവും എന്ന് പറഞ്ഞത്. അപ്പോൾ ബ്ലൈബൻ എന്താവും? ബ്ലീബ്, ഗബ്ലീബൻ. ഷ്രൈബൻ, ഷ്രീബ്, ഗഷ്രീബൻ. ഫിൻഡൻ എന്താവും? ഫാൻഡ്, ഗസ്ഫുണ്ടൻ. സിങ്ങൻ, സാങ്, ഗസുങ്ങൻ. ട്രിങ്കൻ എന്താവും? ട്രിങ്കൻ ട്രാങ്ക് ആവും, ട്രാങ്ക് ഗെറ്റ്രുങ്കൻ ആവും. ഫ്ലീഗൻ എന്നുള്ള ഫ്ലോഗ് ആവും, അത് ഗെഫ്ലോഗനാവും. ഫെർലീറൻ, ഫെർലോർ ആവും, ഫെർലോറൻ. സ്ലീസൻ, ഷ്ലോസൻ ആവും, അത് ഗെഷ്ലോസൻ ആവും. പെർഫെക്റ്റ്. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഹീ ബോട്ട് എ ന്യൂ CD യെസ്റ്റർഡേ. പെർട്ടേറ്റത്തിലാണെങ്കിൽ കൗഫ്റ്റെ ഗെസ്റ്റേൺ ഐൻ നെയെ സേഡേ. അതുപോലെ പെർഫെക്റ്റിലും പ്രസൻസിലൊക്കെ എങ്ങനെ എഴുതുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. അടുത്താണ് ഷീ ഡിഡ് നോട്ട് ആൻസർ, അവൾ ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ സി അൻവോട്ടറ്റെ നിഷ്ട്. യെസ്റ്റർഡേ ഇറ്റ് റെയിൻ. ഗെസ്റ്റേൺ റേഗ്നെറ്റെ എസ്. ഓക്കെ, യെസ്റ്റർഡേ ഇറ്റ് റെയിൻഡ്. ഗെസ്റ്റേൺ റേഗ്നെറ്റെ എസ്, അല്ലെങ്കിൽ എസ് റേഗ്നെറ്റെ ഗെസ്റ്റേൺ. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ റേഗ്നെറ്റെ എസ് ഗെസ്റ്റേൺ, വെർബിനെ ഫസ്റ്റ് ഇടണം. അപ്പോൾ റേഗ്നെറ്റെ എസ് ഗെസ്റ്റേൺ. ഹി ടോക്ഡ് ഫോർ 1 hour. റെഡറ്റെ ഫിയർ ഐനെ സ്റ്റുണ്ടേ. യെസ്റ്റർഡേ ഐ വാച്ച്ഡ് എ ഫിലിം. അപ്പോൾ യെസ്റ്റർഡേ ഐ വാച്ച്ഡ് എ ഫിലിം. ടു വാച്ച് എന്നുള്ളതിന് സേൻ എന്ന് എഴുതും. അപ്പോൾ എങ്ങനെ എഴുതുന്നേ? ഗെസ്റ്റേൺ sah ich einen Film. Okay, aber next one, he wrote a letter day before yesterday to me. schrieb vorgestern einen Brief an mir. അല്ലെങ്കിൽ an mir എന്നുള്ള mir vorgestern einen Brief എന്നാണെങ്കിലും പറഞ്ഞാൽ മതി. ഓക്കെ, അടുത്തത് they went to a restaurant. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ എക്സാമ്പിൾസ് വരുന്നത്. വേറെ ഒന്നുമില്ല ഇവിടെ. എല്ലാം ശ്രദ്ധിച്ചോ?
നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ ഇപ്പോൾ മൊഡാൽ വെർബ് വരുന്നുണ്ടെങ്കിൽ മൊഡാൽ വെർബ് പ്രട്ടേറ്റത്തിൽ എഴുതിയിട്ട് ഇൻഫിനിറ്റീവ് ഫോമിൽ ലാസ്റ്റ് വെർബിനെ എഴുതും. അല്ലെങ്കിൽ സാധാ വെർബാണ് അവിടെ വരുന്നതെങ്കിൽ ആ വെർബിനെ പ്രട്ടേറ്റം ഫോമിൽ എഴുതണം. Okay, cheers.